ഇനി പോകുന്നത് തിരുവനന്തപുരം മണ്ഡലത്തിലേക്കാണ്. അവിടെ നിർണായകമാകുക തീരദേശ മേഖലയിലെ വോട്ടുകളാണ്. ഏത് മുന്നണിക്ക് വോട്ട് ചെയ്യണമെന്നതിൽ മണ്ഡലത്തിലെ മത്സ്യത്തൊഴിലാളി വോട്ടർമാർക്ക് കൃത്യമായ തീരുമാനങ്ങളുണ്ട്. നോക്കാം തിരുവനന്തപുരം മണ്ഡലത്തിലെ തീരദേശ വോട്ടർമാർ എന്താ പറയുന്നുവെന്ന്. കടൽത്തിരകളുടെ ഏറ്റക്കുറച്ചിൽ പോലെ പ്രവചനാതീതമാണ് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ മനസ്സ്. മത്സ്യത്തൊഴിലാളികൾ നിർണായക സ്വാധീനം ചെലുത്തുന്ന മണ്ഡലത്തിൽ നോക്കാം തീരദേശ മേഖല എന്ത് ചിന്തിക്കുന്നുവെന്ന്. ഇവിടെ ഇപ്പോൾ ഒരു മന്ത്രി ജയിച്ചുകൊണ്ട് പോയി ഇവിടെ പുളിമുട്ട് ഇട്ട് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിലായിട്ട് പുളിമുട്ട് വന്നില്ല. ചാൻസലറായെന്ന് പറഞ്ഞ് ഇതിലായിട്ട് ഇവിടെ ഇട്ട് തരുന്നില്ല. ഈ തുറമുഖ പാല വലിയ തുറമുഖ പാല ഈ പാല കൊടുക്കുന്നത് വർഷങ്ങളായി. എല്ലാ രാഷ്ട്രീയക്കാരും ശരിയാക്കാന്ന് പറയുന്നത് ആരും ശരിയാക്കുന്നില്ല. ആർക്കിനും വോട്ട് ചെയ്യുന്നില്ല. കടല് വീട് കൊണ്ടുപോയപ്പോൾ ഞങ്ങൾക്കൊരു ഫ്ലാറ്റ് കിട്ടിയിട്ടുണ്ട്. ആര് നാട്ടിൽ നന്മ ചെയ്യുന്നോ അവരാണ് ഞങ്ങൾക്ക് നല്ലവരും. ഒരാൾ കൊള്ളാം ഒരാൾ കൊള്ളൂല എന്ന് പറയത്തില്ല. ആരും ഈ ഇലക്ഷനിൽ നിന്നവരാരും ഈ വലിയ തുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഈർക്കൽ പോലും എടുത്ത് സഹായമായിട്ട് ചെയ്തിട്ടില്ല. വീടുകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഫ്ലാറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഹാപ്പിയാണ്. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. വലിയവരെയൊക്കെ സഹായം ചെയ്തിട്ടുണ്ട്. ഒത്തിരി ആൾക്കാർ ഇപ്പം ദാരിദ്ര്യരെ പോലെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാർ മാറണം. ആരെങ്കിലും വന്നാലേ വലിയോറയ്ക്ക് ഒരു മോചനം കിട്ടുള്ളൂ. ഭരണ തുടർച്ചയും ഭരണമാറ്റവും ഒരുപോലെ ആഗ്രഹിക്കുന്നവരാണ് തിരുവനന്തപുരം മണ്ഡലത്തിലെ ഈ തീരദേശ മേഖലയിൽ ഉള്ളവർ. കൃത്യമായ ഒരു അഭിപ്രായം അവർ വ്യക്തമാക്കുന്നില്ല. പലർക്കും പല അഭിപ്രായമാണ്. സമ്മിശ്രമായ പ്രതികരണങ്ങളാണ്. കൂടുതൽ പ്രതികരണങ്ങൾ കണ്ടുവരാം. പെൻഷനൊക്കെ വയസ്സെന്നവർക്കൊക്കെ കിട്ടി. അതൊക്കെ ഒരു നല്ല കാര്യം തന്നെ. ഫ്ലാറ്റ് 2 വർഷത്തും കൊടുത്തിട്ട് ഞങ്ങൾക്ക് വായും വേറെ മേനെടുക്കത്തില്ല. ഒരു ബാത്റൂം ഇവിടെ കെട്ടിത്തരാൻ പറഞ്ഞത് വേറെ ഒരു ഞങ്ങൾക്ക് വികസനവും വേണ്ട. മോദിയുടെ ഒരു പെൻഷൻ വേണ്ടി എഴുതി കൊടുത്തിരിക്കുന്നു, കിട്ടുമെന്ന് അറിയില്ല. ബജറ്റ് ആയെന്നും പറയുന്നു. പുതിയ ആൾക്കാർ വരണം, BJP വരണം. UDF അല്ലേ സാധ്യത? UDF BJPക്ക് സാധ്യതയില്ല. എനിക്ക് തോന്നുന്നത് ഒരു 5 വർഷത്തെ ഭരണം വളരെ നല്ല മികച്ച ഒരു ഭരണമാണ് കാഴ്ചവെച്ചെന്ന് തോന്നുന്നത്. അതിനുശേഷം ഭരണം കിട്ടിയതിന് ശേഷം ചില പ്രശ്നങ്ങൾ നമുക്ക് അഥവാ ഒരു സമൂഹം നിലയ്ക്ക് ഒരു സാമൂഹിക ഒരു ജീവി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ചെറിയ പ്രശ്നങ്ങളിലേക്ക് ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒന്നും വ്യക്തമല്ല എന്താണ് സംഭവിക്കുന്നത് അറിയുമ്പോൾ. എല്ലാം ഭയങ്കരമായിട്ട് ഡെവലപ്മെൻറ്റ് റോഡ്സ് അത് ഇതെല്ലാം, പക്ഷെ പെട്ടെന്നതെല്ലാം ഡാമേജിനാണെന്ന് റിപ്പോർട്ടും വരുന്നു. മാറ്റം ഒരുപാട് വരേണ്ടതുണ്ട് തീരദേശ മേഖലയിലും, ഒപ്പം തന്നെ തീരദേശവാസികളുടെ ജീവിത നിലവാരത്തിലും. അതിന് തുടർഭരണമോ ഭരണമാറ്റമോ കൃത്യമായ അഭിപ്രായം തീരദേശവാസികൾക്കുണ്ട്. അതവർ പ്രകടിപ്പിക്കുക പോളിംഗ് ബൂത്തുകളിലാകും. സാദിഖ് പാറക്കലിനൊപ്പം വിജിൻ വായാന്തോട്, മീഡിയ 1.